തിരുവനന്തപുരത്തെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ മുൻ ആൺ സുഹൃത്തിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. ബിനോയ് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നും പെൺകുട്ടിക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ ബിനോയാണെന്നും പോലീസ്. ഗർഭചിത്രം നടത്തിയ ശേഷവും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പ്രതി കുറ്റം സമ്മതിച്ചതായും പോലീസ് കോടതിയിൽ പറഞ്ഞു. ബിനോയ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു, നിരന്തരമായി പീഡിപ്പിച്ചു. അതിനിടയിൽ പ്രഗ്നന്റ് ആയി, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കൊടുത്തിട്ട് അതൊക്കെ അലസിപ്പിച്ചതിന് ശേഷം വീണ്ടും പീഡിപ്പിച്ചു. ഇവിടെ പീഡനം എന്ന വാക്ക് ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പെൺകുട്ടി മൈനറാണ്, 17 വയസ്സുള്ളൂ. അല്ല, ആ സമയത്ത് സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പല ആളുകളും കമന്റിൽ പറയുന്നൊരു കാര്യമുണ്ട്, അവർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് ചെയ്തതല്ലേ, അങ്ങോട്ടും കൊണ്ട് ഇഷ്ടമുള്ള സമയത്ത് ചെയ്തു, അതിനെ പീഡനം എന്ന് പറയാൻ പാടുന്നു. പക്ഷെ ആ ഒരു വാക്കുകൾ നമുക്കിവിടെ മാറ്റേണ്ടി വരും. കാരണം ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയാനുള്ള കാരണം അതാണ്. പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കുട്ടിക്ക് അതിനുള്ള ബോധം ഇല്ല എന്നുള്ളതാണ് കോടതി പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ അവസ്ഥ നമുക്കറിയാം. ബോധം എന്നുള്ള സാധനമൊക്കെ 10 വയസ്സിൽ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്നൊക്കെ അറിയാം എന്ന് നമുക്കറിയാം, വ്യക്തമായിട്ട് അറിയാം. ഈ ഒരു പെൺകുട്ടി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് നടത്തിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പിന്നീട് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് ശേഷം പൊന്തി വരുന്നു. ബിനോയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യുന്നു. ആ പയ്യൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പ്രണയിക്കുന്ന സമയത്ത് ചെയ്ത കാര്യങ്ങളാണ്. ഈ കുട്ടി ആത്മഹത്യ ചെയ്യും എന്നുള്ള കാര്യം അവൻ അറിയില്ല. അവന് പ്രേരണാ കുറ്റത്തിനാണ്, ആത്മഹത്യ പ്രേരണാ കുറ്റത്തിനും കൂടി കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വാർത്തയുടെ കുറച്ച് കാര്യങ്ങളിലൂടെ കടന്നുപോയ തന്നെ ഇതിൽ ഒരു കളവ്, ഒരു ചതി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. ഒന്ന് കേൾക്കാം. അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനുള്ള പ്രധാന കാരണമായി പറയുന്നത് ആദ്യം ഈ പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, ആ സമയത്ത് പെൺകുട്ടി ഗർഭിണിയായിരുന്നു. ആ സമയത്ത് നിർബന്ധിച്ചുകൊണ്ട് മരുന്നുകൾ കഴിപ്പിച്ച് ഗർഭചിത്രം നടത്തിയത് ഈ ആൺ സുഹൃത്ത് ബിനോയ് ആണെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് ഈ അബോർഷൻ നടത്തിയ ശേഷവും പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ബിനോയ്ക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് ഇരുവരും തമ്മിൽ പിണക്കത്തിലായി, അകൽച്ചയിലായിരുന്നു. ആ അകൽച്ചയിലായിരുന്ന സമയത്ത് പെൺകുട്ടിയെ തന്റെ സുഹൃത്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് സൈബർ അധിക്ഷേപം നടത്തി എന്നുള്ളതാണ് ബിനോയ്ക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് ഡിപ്രഷനിലാവുകയായിരുന്നു കുട്ടി. അതേ തുടർന്നാണ് ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പെൺകുട്ടി എത്തിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം, തട്ടിക്കൊണ്ടുപോകൽ, പീഡനം അടക്കമുള്ള വകുപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതായത് ആ പയ്യൻ തട്ടിക്കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ആ ഒരു കാര്യം ഞാൻ മുന്നേ തന്നെ പറഞ്ഞു, ക്ലാരിഫിക്കേഷൻ കൃത്യമായി തന്നിട്ടുണ്ട്. പ്രണയിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. പ്രായം ഇനി 18 വയസ്സിന് താഴെയുള്ള ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തവരെ ഉമ്മ പോലും വെക്കരുത് എന്നുള്ളതാണ്. ഈ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയ സമയത്ത് വീട്ടുകാരറിഞ്ഞില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ ഒരു പയ്യൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള 100% സ്വാതന്ത്ര്യം, അത് രണ്ടാമത്തെ കാര്യം. ഈ ഒരു പ്രശ്നത്തിൽ, ഈ ഒരു വിഷയത്തിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും പങ്കുണ്ട്. കാരണം ഇത്രയും ഡീപ്പായിട്ട് ഇവർ പ്രണയത്തിലാണ് എന്ന് വീട്ടുകാരറിഞ്ഞു. ആ പയ്യനോട് കാര്യങ്ങൾ പറഞ്ഞു, ആ പയ്യന്റെ വീട്ടിലും പറഞ്ഞു. അങ്ങനെ ഇതെല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ഇത് അറിയാണ്ട ചെക്കൻ അങ്ങോട്ട് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാക്കിയോന്നല്ല ഈ കാര്യങ്ങൾ. ഇനി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു സാധനം അതവിടെ നിൽക്കട്ടെ. ഈ പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല അറിയോ? അതായത് ഈ പയ്യൻ ആണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ എന്നൊരു പറയുന്നു. അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടിക്ക് അത് മുന്നേ തന്നെ എന്താക്കാമായിരുന്നു, ആ ഒരു എഴുത്തിൽ എഴുതാമായിരുന്നു. കേൾക്കുക, ചെറിയ വാർത്ത. അതേസമയം പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് തൽക്കാലം കേസെടുക്കില്ല. ആത്മഹത്യാക്കുറിപ്പിൽ ബിനോയെക്കുറിച്ച് പരാമർശമില്ലാത്തത് കണക്കിലെടുത്താണ് പോലീസിന്റെ ഈ തീരുമാനം. ആത്മഹത്യാ കുറിപ്പ് നിങ്ങൾ വായിച്ചോ? ഞാൻ വായിച്ചിട്ടില്ല. കുറെ അന്വേഷിച്ച് കിട്ടിയില്ല. അതിൽ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് അവർ പറയുന്നത് ആത്മഹത്യ ചെയ്യാൻ ഈ പയ്യൻ പ്രേരണ ആവുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താ? ഇത് തന്നെയാണ്. ഇനി ഒരു കാര്യം പറയട്ടെ, ഈ പെൺകുട്ടിയെ ഒരു റിസോർട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ഈ പെൺകുട്ടി വലിയ ബോൾഡാണ്, അവള് സോഷ്യൽ ബുള്ളിങ്ങിന് ഇരയാവില്ല, ഭയങ്കര ശക്തിയുള്ള മനോഭാവമുള്ള പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പെൺകുട്ടിയെ അത് കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു, എന്തുകൊണ്ട് പുറത്തേക്ക് അറിയിച്ചില്ല, ആരോടും പറഞ്ഞില്ല? അതിനർത്ഥം രണ്ടുപേരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ബന്ധപ്പെടൽ തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആ കുട്ടി മൈനറാണ്, ഒന്നും പറയാൻ പറ്റൂല, അത് നിയമം അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ആ വിഷയം ഇനി വിടാം. പക്ഷെ ഒരിക്കലും പീഡിപ്പിച്ചു എന്നുള്ള വാക്കുകൾ നിരന്തരം ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാകാം അത് സംഭവിച്ചത് എന്നുള്ളത്. പീഡനത്തിനിരയായതാണെങ്കിൽ ആ കുട്ടി എപ്പോഴേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും ആ ഒരു ബോൾഡ്നെസ്സിനെ കുറിച്ചിട്ട് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ആ വീഡിയോസിലൊന്നും ഞാൻ അങ്ങനെ വൃത്തികെട്ട കമന്റുകളൊന്നും കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി ആ കമന്റുകൾക്കൊക്കെ എതിരായിട്ടുള്ള നല്ല കൃത്യമായിട്ട് കിടിലൻ റീലുകളും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തു. ആ വീഡിയോയിൽ
ആ പെൺകുട്ടി തന്നെ പറയുന്നു ഞാൻ ബ്രേക്കപ്പ് ആക്കിയതാണ്, വീട്ടിലെ ജാതിയുടെ പേര് പറഞ്ഞിട്ട് വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് പ്രണയത്തിന്റെ കാര്യത്തിൽ. അതായത് ആ പെൺകുട്ടിയോട് കല്യാണം കഴിക്കേണ്ട ഇപ്പൊ അല്ലെ നമ്മൾ ഒരു പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയിട്ട് നമുക്ക് നോക്കാമെന്ന് ആ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞതായിട്ടുള്ള ഒരു വാർത്തയുടെ കഷ്ണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ പ്ലേ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഈ പയ്യനെ ഗുരുതരമായ രീതിയിൽ ഇങ്ങനെ ആരോപിക്കുന്നുണ്ട്. അടുത്ത സാധനം സോഷ്യൽ ബുള്ളിങ്ങിന് ഈ പയ്യനാണ് കാരണം എന്നുള്ളത് ഒരു വാർത്തയുടെ ക്ലിപ്പാണെന്ന് കാണാം. ബിനോയിയാണ് തന്റെ സുഹൃത്തുക്കളെ കൊണ്ട് സൈബർ അധിക്ഷേപം നടത്തിച്ചത്, അത് കാരണമാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും 3 ദിവസത്തെ കസ്റ്റഡി ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പെൺകുട്ടിയെ പീഡിപ്പിച്ച, അതായത് പ്രമോഷൻ പരിപാടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വർക്കലയിലെ റിസോർട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചിരുന്നു. ആ വർക്കലയിലെ റിസോർട്ടിൽ എത്തിക്കൊണ്ട് തെളിവെടുപ്പ് നടത്തണം. ഒപ്പം തന്നെ പല വാഹനങ്ങളിലായിട്ടാണ് പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുള്ളത്, പല സ്ഥലങ്ങളിലായി ഈ വാഹനങ്ങളൊക്കെ കണ്ടെത്തണം. ഒപ്പം തന്നെ ബിനോയിയുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ആ ബിനോയിയുടെ വീട്ടിൽ എത്തിക്കൊണ്ട് തെളിവെടുപ്പ് നടത്തണം തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. രേഷ്മ, ശരിക്കും പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിനേക്കാൾ മോശപ്പെട്ട ഒരു സാധനമാണ് ഇനി നടക്കാൻ പോകുന്നത്, അതായത് തെളിവെടുപ്പിന് കൊണ്ടുപോകല്. നിങ്ങൾ ഇവിടെ നിന്ന് എന്താണ് ചെയ്തത്, എന്തൊക്കെ കാട്ടിക്കുട്ടി, അതൊക്കെ ആളുകളുടെ മുന്നിൽ ആ പയ്യൻ വീണ്ടും കാണിക്കണം. ഇനി ഒരു കേസിൽ ഈ പയ്യൻ ഇനി ജാമ്യത്തിൽ ഇറങ്ങി എന്ന് വിചാരിക്കാം, ജാമ്യം കിട്ടാൻ പ്രയാസമാണ്, എന്നാൽ പോലും ഇറങ്ങിയാൽ അപ്പോൾ ചെക്കൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇനി അവൻ ആത്മഹത്യ ചെയ്ത ഈ പറയുന്ന സോഷ്യൽ മീഡിയകളും ഈ പറയുന്ന ന്യൂസ് ചാനലുകളൊക്കെ തിരിച്ചെന്ത് പറയും? വീണ്ടും ഒരു വാർത്ത കിട്ടി എന്ന് മാത്രമേ പറയുള്ളൂ അല്ലേ. ആ പയ്യൻ ഒരു പ്രൊമോഷന് വേണ്ടി പോയ സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു വാർത്ത അല്ലെങ്കിൽ എങ്ങനെയാണ് അറിയാം, അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി പോയപ്പോൾ അവർ തമ്മിൽ ഒരുമിച്ചാണ് താമസിക്കുന്നത്, ഒരുമിച്ചാണ് നിൽക്കുന്നത്, ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്, പ്രണയിനികളാണ്, കാമുകന്മാരാണ്. സ്വാഭാവികമായിട്ടുള്ള ശരീരത്തിനുള്ള അട്രാക്ഷൻ തോന്നുന്നു, അത് ചെയ്യും. അത് അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷെ ആ കുട്ടി മരിച്ചതിന് ശേഷമുള്ള വാർത്തയിൽ വരുമ്പോൾ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ വരുമ്പോൾ അത് ഇങ്ങനെയാണ്, കൊണ്ടുപോയി പീഡിപ്പിച്ചു, വർക്കലയിൽ റിസോർട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഓക്കെ, ഇവിടെ ഈ ഒരു പെൺകുട്ടി മരണപ്പെട്ടു, അവരും കുറ്റക്കാരി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പയ്യനും കുറ്റക്കാരനാണ്, ഈ പയ്യന്റെ വീട്ടുകാരും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും കുറ്റക്കാരാണ്. ഈ പെൺകുട്ടിയുടെ അനുജനടക്കം ഇവനായിട്ട് നല്ല കമ്പനിയാണ്, വീട്ടിലേക്ക് നല്ല സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, ഈ വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അതായത് ആ പെൺകുട്ടിയുടെ അച്ഛന് ഈ പയ്യനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് 2 പേരോടും പറഞ്ഞു എന്നൊരു വാർത്തയിൽ പറയുന്നുണ്ട്. എന്താ, നിങ്ങൾ പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു സാധനം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 മാസത്തോളമായിട്ട് പയ്യൻ ബന്ധം വേറിട്ടിട്ടുണ്ട്. ബന്ധം വേറിടുള്ള കാരണം എന്താന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. ഇനി പേഴ്സണൽ ആയിട്ടുള്ള വല്ല കാര്യങ്ങളോ എന്തോട്ടെ, ആ ബന്ധം വേർപെട്ടതിന് ശേഷം ഈ പെൺകുട്ടിയും പറഞ്ഞിട്ടുണ്ട്, ആരെയും പിന്നാലെ ഒലിപ്പിച്ച് നടക്കരുത്, നീ ചായ കുടിച്ചോ അപ്പി ഇട്ടോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബന്ധം നമുക്ക് നല്ലതല്ല. അതേപോലെ തന്നെ ആ പയ്യനും അതേ സമയത്ത് ഇവർ ബ്രേക്കപ്പ് അല്ല, ഹെൽത്തി ബ്രേക്കപ്പ് ആയിട്ട് തോന്നുന്നു, നിർത്തിപ്പോയതാ. പിന്നെ ഇതിനിടയിലുണ്ടായ ബന്ധപ്പെടലുകളിലൊക്കെ എപ്പോഴോ പ്രഗ്നന്റ് ആയി. അത് കഴിഞ്ഞ് ആ മരുന്നൊക്കെ വാങ്ങി കൊടുത്തു കുഴിച്ചു. സ്വാഭാവികമായിട്ടും പയ്യൻ നിർബന്ധിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ സാധനം, ചെറിയ പെൺകുട്ടിയാണ്. ഇനിയിപ്പോൾ പെൺകുട്ടി കല്യാണം കഴിയുന്നതിന് മുന്നേ ആരാണെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ ഗുളികകൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അത് ഒഴിവാക്കാൻ ശ്രമിക്കും അല്ലേ. അതിൽ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആ പെൺകുട്ടിയും ഇവനും കൂടെ ചേർന്ന് തീരുമാനിച്ചതാവും, അയ്യോ ഇനി വീട്ടുകാരറിയില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ്. അതിനെയാണ് ഈ ഒരു രീതിയിൽ വളച്ചൊടിക്കുന്നത്. ഈ ഒരു പയ്യനും ലൈഫുണ്ട്, ആ പെൺകുട്ടിക്ക് ലൈഫ് ഉണ്ടായിരുന്നു. പക്ഷെ ആ പെൺകുട്ടി ആത്മഹത്യാക്കുറിപ്പിൽ എവിടെയും പറയാത്ത ഒരു കാര്യം, ഒരു പേരാണ് ബിനോയ് എന്ന പേര്. എനിക്ക് ഒരു സംശയം എന്താ വെച്ചാൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് ജാതീയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, വീട്ടുകാരങ്ങനെ പറയുന്നതാണ്. ഇതൊന്ന് കേൾക്കാം. കഴിഞ്ഞ മാർച്ച് മുതൽ പെൺകുട്ടിയുമായി ബിനോയ്ക്ക് ഒരു ബന്ധവുമില്ലെന്നും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് തന്നെ പെൺകുട്ടി നൽകുമായിരുന്നുവെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. ആരെയോ സംരക്ഷിക്കുവാൻ വേണ്ടി പോലീസ് കെട്ടിച്ചമച്ച കഥയാണ് ഇപ്പോഴത്തെന്നും പ്രതിഭാഗം വാദിച്ചു. എന്നാൽ പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ച കോടതി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. നിലവിൽ ബിനോയ്ക്കെതിരെ പോക്സോ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണയ്ക്ക് തൽക്കാലം കേസെടുക്കില്ല. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശം ഒന്നുമില്ല എന്ന് കണക്കിലെടുത്താണ് പോലീസിന്റെ തീരുമാനം. ബിനോയുടെയും പെൺകുട്ടിയുടെയും മൊബൈൽ ഫോണുകൾ പരിശോധിച്ച ശേഷം കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അതനുസരിച്ചുള്ള നടപടി ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. 5 മാസമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്ത ഇവരുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇവരുടെ മെസ്സേജുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 5 മാസം മുമ്പ് ഇത് ജെനുവിനായിട്ട് ഇവർ ബന്ധം വേർപെട്ടതാണെങ്കിൽ ഇവൻ പറയുന്നത് വെച്ചാൽ കൈയും കാലും പിടിച്ചിട്ട് ഇനി ആ പ്രണയം കൊണ്ട് നടക്കാൻ എനിക്ക് കഴിയില്ല എന്ന്. ഇത് ഇന്നലെ ഈ പല ആളുകളും ഈ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം പറഞ്ഞ വോയിസ് ക്ലിപ്പുകളായിട്ടാണ് ആളുകൾ പറഞ്ഞത്. പക്ഷെ ഇന്നലെ പ്ലേ ചെയ്തത് അങ്ങനെ ഉണ്ടായ കാര്യമില്ല. ഇത് കഴിഞ്ഞ മാസം സംഭവിച്ചതാണ്. ഈ കുട്ടി 7 ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടാണ് മരണപ്പെടുന്നത് അല്ലേ. അതിന് മുന്നേ ഉണ്ടായ ക്ലിപ്പിംഗ് ആണ് കേൾപ്പിക്കുന്നത്, അല്ലാതെ അത് കുട്ടി ആത്മഹത്യ ചെയ്തതിന് ശേഷമുള്ള അല്ല. ഓക്കെ, പല ആളുകൾ അത് തെറ്റിദ്ധരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. ഈ ഒരു പയ്യൻ പ്രണയിക്കുന്ന സമയത്ത് പ്രായമൊന്നും ആ സമയത്ത് പ്രണയത്തിന് കണ്ണും മൂക്കും നാക്കും തേങ്ങ മാങ്ങൊന്നും ഇല്ല എന്ന് പറയും ചെയ്യും.
ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകൾ വേറെ രീതിയിൽ പറയും ചെയ്യും. അങ്ങനെ ആ സമയത്ത് ഉണ്ടായ ഇത്തരം ശാരീരിക ബന്ധങ്ങളും ആ ഒരു പ്രണയത്തിലുണ്ടായ കുറച്ച് കാര്യങ്ങളും അത് ബ്രേക്കപ്പിലേക്ക് എത്തുന്നതും അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, അവൻ പോകുന്നു. സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആ ഒരു വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടോളും വേണമെങ്കിൽ. ഞാൻ പ്യാറു എന്നാണ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ്. അതിനകത്ത് കയറി കഴിഞ്ഞ് എന്ത് മോശപ്പെട്ട രീതിയിലുള്ള സൈബർ ബുള്ളിങ് ആണ് നിങ്ങൾ കാണുക. ഞാൻ കുറേ നോക്കി, അതിലൊക്കെ ഒരു നോർമലാണ്, ഹെൽത്തി ആയിട്ടുള്ള കമന്റ്സ് മാത്രമേ ഉള്ളൂ. തിരിച്ച് ഈ പെൺകുട്ടി കൊടുക്കുന്നത് റിയൽ ആയിട്ടുള്ള മറുപടികളാണ്. അപ്പൊ ആ പെൺകുട്ടി ബോൾഡ് ആണെന്ന് അവരുടെ വീട്ടുകാരും പറയുന്നുണ്ട്. ആ ക്ലിപ്പുകളിലൂടെ നമുക്ക് വ്യക്തവുമാണ്. അങ്ങനെയെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു പെൺകുട്ടി എന്താ ചെയ്യുക? കംപ്ലൈന്റ് ചെയ്യും, അല്ലേ? കംപ്ലൈന്റ് ചെയ്യാതെ മിണ്ടാണ്ടിരിക്കുന്നിട്ട് അവൻ കൊടുത്ത ഗുളികയും കഴിച്ച് പിറ്റേ ദിവസം വീണ്ടും പോയി ഇല്ല. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം, കാര്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു പയ്യൻ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പ്രണയമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് അത് അവസാനിച്ചതിന് കൂടി ഇവൻ അവളോട് സ്നേഹമുണ്ട്, കരച്ചിലുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം ഈ ഒരു ജനറേഷൻ, എന്താ പറയുക, ഈ ജനറേഷനല്ല, പ്രണയം ഏത് ജനറേഷനിലായാലും ഭയങ്കരയാണ്, ക്ലീഷ എന്നൊക്കെ നമ്മൾ പറയും. അതേപോലെ തന്നെയാണ് ഇവൻ കൈയും കാലൊക്കെ പിടിച്ച് നടന്നത്. പക്ഷെ രണ്ടുപേരും അത് അവസാനിപ്പിച്ച് രണ്ടുപേരും കൃത്യമായി ഇൻസ്റ്റയിൽ റീൽസ് ഇട്ടിട്ട് അവസാനിപ്പിക്കുക ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവന്റെ സുഹൃത്തുക്കൾ ചിലപ്പോൾ ആ പെൺകുട്ടിയെ കളിയാക്കിയിട്ട് ചെന്നിട്ട് എന്തെങ്കിലും കമന്റ് ഇട്ടുണ്ടാവും. അതൊക്കെയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയൊക്കെ എന്നോ മരിക്കും. കാരണം അത്ര അധികം പ്രശ്നങ്ങൾ ഇപ്പൊ ഏതൊരു പെൺകുട്ടി ഏതൊരു റീലിട്ട് കഴിഞ്ഞാലും അതിലുണ്ടാവും, അല്ലേ? അതത്രേ ഉള്ളൂ. അപ്പൊ അതൊന്നല്ല വിഷയം. ഈ പെൺകുട്ടി പറയാണ്ട് പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ എന്നൊന്ന് വെളിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയാണ്. സോഷ്യൽ ഇൻഫ്ലുവൻസർ ഇടക്കിടക്ക് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ആത്മഹത്യാക്കുറിപ്പിന്റെ ഒരു വിശദാംശം നമുക്ക് തരണം. ഈ ഒരു പയ്യൻ ആ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ പയ്യൻ എങ്ങനെയാണ് ആത്മഹത്യാ പ്രേരണക്ക് എടുക്കാൻ പറ്റുക? ഓക്കെ, അപ്പോൾ പോക്സോ കേസാണ്. പോക്സോ കേസിന്റെ കാര്യം മാത്രമാണ് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ പ്രായപൂർത്തിയാവാത്തത് കൊണ്ടാണ്. പക്ഷെ ബുദ്ധിയുള്ള അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് അറിയാൻ കഴിയും അത് മനഃപൂർവ്വമുള്ള ഒരു പീഡനമല്ല എന്ന്, അല്ലെങ്കിൽ ഒരുപാട് തവണ സംഭവിക്കില്ല എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ അത് അനാവശ്യമായിട്ട് ഈ പയ്യൻ ഇനി ജാമ്യത്തിൽ ഇറങ്ങി വന്നാൽ ആ ഒരു പയ്യന്റെ ലൈഫ് നിങ്ങളെല്ലാവരും കൂടെ കളയരുത് എന്നുള്ളതാണ്. പെൺകുട്ടിയുടെ വിഷയം ഇതല്ല എന്ന് ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. വേറെ എന്തോ ഒരു വിഷയമുണ്ട്. അത് അങ്ങനെ തന്നെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കേസ് പെട്ടെന്ന് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ തലയിൽ മുഴുവനായിട്ട് ഇടാൻ എന്തായാലും ശ്രമിക്കരുത്. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തുക തന്നെ വേണം. ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതാണെങ്കിൽ അത് അന്ന് തന്നെ ഇടപെടലുകൾ നടത്തുമായിരുന്നു. ആ പെൺകുട്ടി തന്നെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അത് സംഭവിച്ചിട്ടില്ലല്ലോ, ഇല്ല. പിന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത് രണ്ടുപേരുള്ള പ്രണയം ഞങ്ങൾക്ക് അറിയാമായിരുന്നു, സംസാരിച്ച് പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാമെന്ന് പറയുന്നു. ഈ പെൺകുട്ടി ഇട്ടൊരു പോസ്റ്റിൽ കൃത്യമായി പറയുന്ന കാര്യം തന്നെ, ജാതി പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് കൊണ്ട് പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് മടുത്തത് കൊണ്ട് ഞാൻ ബ്രേക്കപ്പ് ചെയ്യുന്നു. ഓക്കെ, ഈ പയ്യൻ പറഞ്ഞ ബിനോയ് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ ബ്രേക്കപ്പ് ചെയ്ത് പോയതാണ്. ഓക്കെ, ഈ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു പെൺകുട്ടി, മരിച്ചുപോയ പെൺകുട്ടിയുടെ അനുജൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഇവനാണ്, ബിനോയാണ് മരണത്തിന് കാരണമെന്നും അതുപോലെ തന്നെ ഇവന് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നും. ഈ പെൺകുട്ടി മരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് ഇതേ പയ്യൻ അനുജൻ വിളിച്ച് ബിനോയോട് സോറി പറഞ്ഞിട്ടുണ്ട്. എടാ, ഞാൻ അറിയാണ്ട് പറഞ്ഞതാണ്, എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദ സന്ദേശം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതും പരിശോധിക്കാൻ കൃത്യമായിട്ട് മനസ്സിലാവും. ആ പെൺകുട്ടി ചിലപ്പോൾ ഈ പയ്യനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ അനാവശ്യം വെറുതെ ഒരു കാര്യമില്ലാതെ എന്തിനാണ്, അല്ലേ? അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്കറിയാമല്ലോ. ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ പയ്യന്മാരായിട്ട് ഇവർ കോണ്ടാക്റ്റിങ് പരമാവധി കുറച്ചിട്ടുണ്ടായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിക്കും ഇത് അന്വേഷിച്ച് നോക്കിയാൽ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് കണ്ടെത്താൻ കഴിയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളെ കൂടി ഒന്ന് ശരിക്ക് ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ, ചോദ്യം ചെയ്യണം. വെറും ആ ഒരു പയ്യനെ മാത്രം ചോദ്യം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. തെളിവെടുപ്പ് എന്ന് പറയുന്ന ഒരു ക്ലീശ പരിപാടി ഉണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ ആ പയ്യനൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുന്നല്ലേ, അത്രേ ഉള്ളൂ. എനിക്ക് ഉറപ്പാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഈ ഒരു പ്രണയത്തിന്റെ പേരിലാവാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ പിന്നെ ഈ പെൺകുട്ടിയോട് നിങ്ങൾ തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പുറത്ത് വിടുന്നൊക്കെ പറഞ്ഞ് വല്ലവരും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം, അല്ലേ? ഇനി ബിനോയ് തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ അതും നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് പരിശോധിക്കേണ്ടത്. ഇത് കറക്റ്റ് പോയിന്റാണ്. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ നല്ല പോയിന്റാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഇത്രയും ബന്ധം വഴിവിട്ട ബന്ധമായിരുന്നു, അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ പുറം ലോകത്ത് എത്തിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. ഭീഷണി വേറെ വല്ല നടന്നിട്ടുണ്ടോന്ന് അറിയില്ല, അത് നോക്കണം. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും ഒത്തിട്ടുള്ള അവരുടെ ആ ഒരു സംഭാഷണങ്ങൾ എന്തൊക്കെ നടന്നു അത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും.
ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിവരങ്ങളും വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കും. അത് ജെനുവിൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വീഡിയോ വരാം.